അങ്ങനെയല്ല കേട്ടോ, ഇതിന്റെ സത്യസ്ഥിതി അതൊന്നുമല്ല. അന്നും പറയാം എങ്ങനെയാന്ന് വെച്ചാ, ഒരു ദിവസം അതായത് ഇവൻ എപ്പോഴും ഒരു റൂമിൽ കയറി അടച്ചിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഡബിൾ കാസറ്റ് ഉള്ള അന്നൊന്നും എല്ലാ വീടുകളിലും ഒന്നും അതൊന്നും ഇല്ല. ഡബിൾ കാസറ്റ് ഉള്ള ഒരു ടേപ്പ് റെക്കോർഡുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം അവിടെ ആ മുറി അടിച്ചു വരാൻ ചെന്നപ്പോ ഒരു കാസറ്റ് ഇത് ചെയ്തപ്പോ എന്താ ഉമ്മർ, പ്രേംനസീർ, മറ്റേ ലോകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, ഒരു 10-60 ആർട്ടിസ്റ്റുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, സംസാരിക്കാൻ. അത് എനിക്കറിയില്ല, ഇവനിത് അറിയാമെന്നോ ഇവനിത് റെക്കോർഡ് ചെയ്യണ്ടെന്നോ എനിക്കറിയില്ല. കുറെ ആർട്ടിസ്റ്റുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഇതിനാണ് ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെപ്പോഴും എന്തിനാടെ റൂമിൽ കയറി ഇങ്ങനെ ബഹളം ഉണ്ടാക്കണം. പക്ഷെ ഇവൻ അതിനു വേണ്ടി ചെയ്തായിരുന്നു. അത് ഒരു ഫ്രണ്ടിന്റെ പപ്പയ്ക്ക് കാസറ്റ് ഇട ഉണ്ടായി അന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഈ അന്നത്തെ മാവേലിക്കൊമ്പത്ത് എന്ന് പറഞ്ഞ കാസറ്റ്, അതിന്റെ അങ്ങനെ കുറെ മിമിക്രിക്കാർ അതൊക്കെ അന്ന് ദിലീപേട്ടന്റെ അത് ടിനിച്ചേട്ടന്റെ ഇങ്ങനെ ഓരോ മണിച്ചേട്ടന്റെ ഒക്കെ ഇങ്ങനെ കാസറ്റ് അവിടെ കിട്ടും. അപ്പൊ അതിങ്ങനെ കേട്ട് ഇങ്ങനെ അന്ന് എന്നോടൊരു ചേട്ടൻ മിമിക്രി ചെയ്യുമായിരുന്നു ഞങ്ങളുടെ അവിടെ അടുത്തൊരു ചേട്ടൻ. ആ ചേട്ടനൊക്കെ കണ്ടിട്ട് ഭയങ്കര ആരാധനയായിട്ട് എനിക്ക്. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് ഞാനെന്നാ ഇതേപോലെ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്തു. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിതൊരു റൂം അടിച്ചു വരുമ്പോ അതൊന്ന് വെറുതെ പ്ലേ ചെയ്തതാണ്. പ്ലേ ചെയ്തപ്പോ വന്നത് മുഴുവൻ ഉമ്മർ. എനിക്കത് മനസ്സിലാവണില്ല ഇവന്റെ സൗണ്ടാന്ന് പറഞ്ഞാൽ അവൻ ശരി ഉമ്മർ അങ്ങനെ തന്നെ വന്നെ. പിന്നെയാണ് ഇവൻ ഇതിന്റെ അകത്ത് കയറിയിരുന്നത് ഇതാണ് പണി. അവൻ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയാണെന്ന് അറിയണം, നമുക്ക് തന്നെ കേട്ട് നോക്കണമല്ലോ. അപ്പൊ നമ്മള് അല്ലാണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയില്ല. റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത്. പക്ഷെ അത്ര കഴിവുള്ള ആളായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടില്ല, എന്തുകൊണ്ട് പെർഫോം ചെയ്ത് വരുന്നില്ല ഇപ്പൊ? അതാണ് ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ക്ലബ് എഫ് എമ്മിന്റെ ഒക്കെ ലോഞ്ചിങ്ങിന്റെ സമയത്തൊക്കെ ക്ലബ് എഫ് എം, ഈ ബെസ്റ്റ് എഫ് എം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ ഒരു എഫ് എം ഉണ്ട് തൃശ്ശൂരൊക്കെ. അതിന്റെ ഒക്കെ ലോഞ്ചിങ് സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ഈ റെഡ് എഫ് എമ്മിന്റെ എല്ലാ പ്രോഗ്രാമും ഞാനാ കോർഡിനേറ്റ് ചെയ്തത്. അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാം റെഡ് എഫ് എം ലോഞ്ച് ചെയ്തത് ഞാനാണ്. അപ്പോൾ ലോഞ്ച് ചെയ്ത് പല സൈസ് പരിപാടികളുണ്ടാവും. അപ്പോൾ അതിൽ 2-3 സ്കിറ്റ് ഉണ്ട്. ഇവൻ എന്താണ് ശ്രീശാന്തിന്റെ ക്രിക്കറ്റിന്റെ അപരന്മാരുടെ ഒരു സ്കിറ്റ് ചെയ്യും. അതില് അന്ന് ശ്രീശാന്തിന്റെ ലുക്ക് ഉണ്ടായിരുന്നു. ഇന്നും നിനക്ക് ആ ശ്രീശാന്ത് ഇപ്പോഴുള്ള ലുക്ക് ഉണ്ട്. ശ്രീശാന്തിന്റെ ലുക്കിട്ടൊക്കെ അത് തന്നെയല്ല നല്ലോണം. അതായത് ഡബിങ് ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് അവൻ ഡബിങ് ചെയ്ത CD ആണ് ഈ ഓൾ കേരള പോയത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ അതിന്റെ സ്കിറ്റ് എഴുതിയത് ധർമ്മജൻ ചേട്ടനാ. ധർമ്മജൻ ചേട്ടൻ ആ ഒരു ക്രിക്കറ്റിന്റെ സ്കിറ്റ് എഴുതിയത് ഞങ്ങൾ ധർമ്മജൻ ബോൾഗട്ടി ചേട്ടൻ. എന്നിട്ട് ഞങ്ങളത് പെർഫോം ചെയ്യുമായിരുന്നു ലൈവായിട്ട് പോയിട്ട്. അപ്പൊ അവൻ അതിനൊരു കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ ഇവനെ കൊണ്ടുവന്ന് ഇതിന് ഡബിങ് പഠിപ്പിക്കാനാക്കി. CB മലയിൽ സാറിന്റെ നിയോ ഫിലിം അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.